സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനെന്ന റിപ്പോർട്ട്. മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ മോഹൻലാലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തവയിൽ കുറെ എണ്ണമെങ്കിലും ഉണ്ടാകും. പിൻഗാമി, രസതന്ത്രം, ഇന്നത്തെ ചിന്താവിഷയം, എന്നും എപ്പോഴും എന്നീ സിനിമകളെല്ലാം ഈ കൂട്ടുകെട്ടിൽ മലയാളി പ്രേക്ഷകർ ആസ്വദിച്ച ചിത്രങ്ങളാണ്. അതിനാൽ തന്നെ സത്യൻ അന്തിക്കാടിന്റെ മോഹൻലാൽ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. വൈകാതെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മോഹൻലാൽ നായകനാകുന്നതായിരിക്കും അടുത്ത സിനിമയെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. പാൻ ഇന്ത്യൻ ഒന്നുമല്ലെങ്കിലും ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത്. അടുത്ത കാലത്ത് നേരെ എന്ന സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ്. ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തന്റെ ചിത്രത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ടെന്നും കുറഞ്ഞത് 4 മാസമെങ്കിലും ഉണ്ടായാൽ മാത്രമേ തുടങ്ങാനാവൂ എന്നും സത്യൻ അന്തിക്കാട് വ്യക്തമാക്കിയിരുന്നു. എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിനെ നായകവേഷത്തിലെത്തിച്ച് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തത്. സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ മോഹൻലാൽ ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായികയായി എത്തിയത്. ഇന്നസെന്റും ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിലെത്തിയിരുന്നു. തിരക്കഥ രഞ്ജൻ പ്രമോദ് ആയിരുന്നു എഴുതിയിരുന്നത്. സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റേതായി ഒടുവിലെത്തിയ ചിത്രം മകൾ വൻ വിജയമായി മാറിയിരുന്നില്ല എന്നതിനാൽ മോഹൻലാൽ മുത്തെത്തുമ്പോൾ വലിയൊരു തിരിച്ചുവരവ് തന്നെയായിരിക്കുമെന്നാണ് പ്രതീക്ഷ. മകളിൽ ജയറാമായിരുന്നു നായകനായി വേഷമിട്ടത്. മീര ജാസ്മിനായിരുന്നു നായിക. മമ്മൂട്ടിയെ നായകനാക്കി ഒരു ചിത്രം സംവിധായകൻ സത്യൻ അന്തിക്കാട് ആലോചിച്ചിരുന്നുവെങ്കിലും ഉപേക്ഷിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ.